ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LGS 2024 സിലബസ് ക്ലാസ്സുകളിൽ നമ്മൾ പുതിയൊരു മൊഡ്യൂൾ ആരംഭിക്കുകയാണ്. സയൻസ് ക്ലാസ്സുകളിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജീവശാസ്ത്രം, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്കിൽ നിന്നും ആണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. ജീവശാസ്ത്രത്തിൻ്റെയും ജന്തുശാസ്ത്രത്തിൻ്റെയും പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അരിസ്റ്റോട്ടിൽ. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജീവശാസ്ത്രത്തിൻ്റെ മാത്രമല്ല, ജന്തുശാസ്ത്രത്തിൻ്റെയും പിതാവ് അരിസ്റ്റോട്ടിലാണ്. ജീവശാസ്ത്രത്തെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? ജന്തുശാസ്ത്രമെന്നും സസ്യശാസ്ത്രമെന്നും. ജീവശാസ്ത്രത്തെ രണ്ടായി തരംതിരിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ജന്തുശാസ്ത്രമെന്നും സസ്യശാസ്ത്രമെന്നും. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് തിയോഫ്രാസ്റ്റസ് ആണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം കോശമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം കോശമാണ്. കോശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? സൈറ്റോളജി. കോശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് സൈറ്റോളജി എന്നാണ്. സൈറ്റോളജിയുടെ പിതാവ് ആരാണ്? റോബർട്ട് ഹുക്ക്. സൈറ്റോളജിയുടെ പിതാവ് റോബർട്ട് ഹുക്കാണ്. കോശം കണ്ടുപിടിച്ചതും റോബർട്ട് ഹുക്ക് തന്നെയാണ്. കോശം കണ്ടുപിടിച്ച ആരാണ്? റോബർട്ട് ഹുക്കാണ്. മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചതാരാണ്? റോബർട്ട് ഹുക്ക്. മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ്. കോശത്തിൻ്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകമായ മൈക്രോഗ്രാഫിയ എന്ന പുസ്തകം രചിച്ചതാരാണ്? റോബർട്ട് ഹുക്ക്. കോശത്തിൻ്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകം മൈക്രോഗ്രാഫിയാണ്. ഈ ബുക്ക് രചിച്ചത് റോബർട്ട് ഹുക്കാണ്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയതാരാണ്? ആൻഡൺ വാൻ ലൂവൻഹോക്ക്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻഡൺ വാൻ ലൂവൻഹോക്കാണ്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? MJ സ്ലീഡൻ. 1838 MJ സ്ലീഡനാണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. ചിലപ്പോൾ ചോദിക്കുന്ന സസ്യകോശം കണ്ടെത്തിയ ആരെന്നായിരിക്കും. ഉത്തരം MJ സ്ലീഡൻ തന്നെയാണ്. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? തിയോഡർ ഷ്വാനാണ്. 1839 തിയോഡർ ഷ്വാനാണ് ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. ഇവിടെയും ചിലപ്പോൾ ജന്തുകോശം കണ്ടെത്തിയ ആരെന്ന് ചോദിക്കാം. അപ്പോൾ ഉത്തരം എന്താണ്? തിയോഡർ ഷ്വാനാണ്. കോശകേന്ദ്രമായ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ. കോശകേന്ദ്രമായ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. 1831 റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രമായ ന്യൂക്ലിയസിനെ കണ്ടെത്തുന്നത്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് രണ്ട് പേർ ചേർന്നാണ്. ആരൊക്കെയാണ്? ജേക്കബ് സ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്നാണ്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജേക്കബ് സ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്നാണ്. കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷോ. കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോയാണ്. കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവവിഭാഗം ഏതാണ്? വൈറസുകൾ. കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവവിഭാഗം വൈറസുകളാണ്. ഏകകോശ ജീവികൾക്ക് ഉദാഹരണങ്ങൾ ബാക്ടീരിയ, പാരമീസിയം, യുഗ്ലീന, അമീബ എന്നിവയാണ്. ഏകകോശ ജീവികൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? ബാക്ടീരിയ, പാരമീസിയം, യുഗ്ലീന, അമീബ എന്നിവയാണ്. മനുഷ്യ ശരീരത്തിൽ ഏകദേശം എത്ര വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്? 200. മനുഷ്യ ശരീരത്തിൽ ഏകദേശം 200 വ്യത്യസ്ത ഇനം കോശങ്ങളാണ് ഉള്ളത്. നിലവിലുള്ള കോശങ്ങളിൽ നിന്നും മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്ന് പ്രസ്താവിച്ചതാരാണ്? റുഡോൾഫ് വിർഷോ. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്ന് പ്രസ്താവിച്ചത് റുഡോൾഫ് വിർഷോയാണ്. കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം ഏതാണ്? സെല്ലുലോസ്. സെല്ലുലോസ് ഉപയോഗിച്ചാണ് കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കോശഭിത്തിയിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാൽസ്യം, മഗ്നീഷ്യം. കോശഭിത്തിയിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ കാൽസ്യവും മഗ്നീഷ്യവുമാണ്. അടുത്തടുത്തുള്ള കോശങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന പാളി ഏതാണ്? മിഡിൽ ലാമെല്ല.
അടുത്തടുത്തുള്ള കോശങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന പാളി മിഡിൽ ലാമെല്ലയാണ്. കോശത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം ഏതാണ്? കോശസ്തരം. കോശത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം കോശസ്തരമാണ്. ശരീരനിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? പ്രോട്ടോപ്ലാസം. ശരീരനിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകം പ്രോട്ടോപ്ലാസമാണ്. പ്രോട്ടോപ്ലാസം ജീവൻ്റെ കണികയാണെന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? TH ഹക്സ്ലി. പ്രോട്ടോപ്ലാസം ജീവൻ്റെ കണികയാണെന്ന് അഭിപ്രായപ്പെട്ടത് TH ഹക്സ്ലിയാണ്. കോശമർമ്മം കണ്ടുപിടിച്ച ആരാണ്? റോബർട്ട് ബ്രൗൺ. കോശമർമ്മം കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ കോശത്തിൻ്റെ ആകൃതി എന്താണ്? സ്കൂട്ടോയിഡ്. മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ കോശത്തിൻ്റെ ആകൃതി സ്കൂട്ടോയിഡാണ്. കോശത്തിൻ്റെ 2 തരം ന്യൂക്ലിക് ആസിഡുകളാണ് DNA-യും RNA-യും. കോശത്തിലെ 2 തരം ന്യൂക്ലിക് ആസിഡുകളാണ് DNA-യും RNA-യും. DNA-യുടെ ധർമ്മം എന്താണ്? പാരമ്പര്യ സ്വഭാവ പ്രേഷണമാണ്. DNA-യുടെ ധർമ്മം പാരമ്പര്യ സ്വഭാവ പ്രേഷണമാണ്. RNA-യുടെ ധർമ്മം എന്താണ്? മാംസ്യ സംശ്ലേഷണമാണ്. RNA-യുടെ ധർമ്മം മാംസ്യ സംശ്ലേഷണമാണ്. ഓക്സിജനെയും പോഷകഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റുന്ന കോശാംഗം ഏതാണ്? മൈറ്റോകോൺട്രിയ. ഓക്സിജനെയും പോഷകഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റുന്ന കോശാംഗം മൈറ്റോകോൺട്രിയയാണ്. കോശമസ്തിഷ്കം എന്നറിയപ്പെടുന്നത് എന്താണ്? ന്യൂക്ലിയസ്. കോശമസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. കോശത്തിൻ്റെ പവർ ഹൗസ്, കെമിക്കൽ ഫാക്ടറി എന്നെല്ലാം അറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. കോശത്തിൻ്റെ പവർ ഹൗസ്, കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി എന്നെല്ലാം അറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് എന്താണ്? ATP. ATP എന്നാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ്. കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്. ATP എന്നാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ്. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾജി കോംപ്ലക്സ് ആണ്. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾജി കോംപ്ലക്സ് ആണ്. ഗോൾജി കോംപ്ലക്സ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? കാമില്ലോ ഗോർജി. 1898 ഗോൾജി കോംപ്ലക്സ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കാമില്ലോ ഗോർജിയാണ്. കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടത്തുന്ന ഭാഗം ഏതാണ്? റൈബോസോമാണ്. കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗം റൈബോസോമാണ്. റൈബോസോം കണ്ടെത്തിയത് ജോർജ് എമിൽ പലാഡെയാണ്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗം ഏതാണ്? ഫേനം. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗം ഫേനമാണ്. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗം ഏതാണ്? ലൈസോസോം. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗം ലൈസോസോമാണ്. ലൈസോസോം കണ്ടുപിടിച്ചത് ക്രിസ്റ്റ്യൻ ഡി ഡ്യൂ ആണ്. ഫേനത്തെ ആവരണം ചെയ്ത് കാണുന്ന സവിശേഷ സ്ഥലമാണ് ടോണോപ്ലാസ്റ്റ്. ഫേനത്തെ ആവരണം ചെയ്ത് കാണുന്ന സവിശേഷ സ്ഥലം ഏതാണ്? ടോണോപ്ലാസ്റ്റ് ആണ്. കോശത്തിലെ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് പ്രോട്ടീനാണ്. കോശത്തിലെ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് പ്രോട്ടീനാണ്. കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ലൈസോസോമാണ്. കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ലൈസോസോമാണ്. കോശവിഭജന ഫലമായി ഉണ്ടാകുന്ന കോശമാണ് പുത്രികാകോശം. കോശവിഭജന ഫലമായി ഉണ്ടാകുന്ന കോശമാണ് പുത്രികാകോശം. മനുഷ്യൻ്റെ ക്രോമസോം സംഖ്യ എത്രയാണ്? 46. മനുഷ്യൻ്റെ ക്രോമസോം സംഖ്യ 46 ആണ്. ഏറ്റവും വലിയ കോശം ഏതാണ്? ഒട്ടകപ്പക്ഷിയുടെ മുട്ട. ഏറ്റവും വലിയ കോശം ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? ബീജകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ബീജകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഡമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ്? അണ്ഡം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ കോശം ഏതാണ്? നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ കോശം നാഡീകോശമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ അരുണ രക്താണുക്കളാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ അരുണ രക്താണുക്കളാണ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം ഏതാണ്? അരുണ രക്താണുക്കൾ. അരുണ രക്താണുക്കളുടെ ആയുസ് 120 ദിവസമാണ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം അരുണ രക്താണുക്കളാണ്. അരുണ രക്താണുക്കളുടെ ആയുസ്
120 ദിവസമാണ്. ഊനഭംഗത്തിലൂടെ ഉണ്ടാകുന്ന പുത്രികാകോശങ്ങളുടെ എണ്ണം എത്രയാണ്? 4. ഊനഭംഗത്തിലൂടെ ഉണ്ടാകുന്ന പുത്രികാകോശങ്ങളുടെ എണ്ണം 4 ആണ്. ക്രമഭംഗത്തിലൂടെ ഉണ്ടാകുന്ന പുത്രികാകോശങ്ങളുടെ എണ്ണം എത്രയാണ്? 2. ക്രമഭംഗത്തിലൂടെ ഉണ്ടാകുന്ന പുത്രികാകോശങ്ങളുടെ എണ്ണം 2 ആണ്. ശരീരത്തിന് ഊർജം ലഭ്യമാക്കുന്ന പ്രധാന പോഷക ഘടകം ഏതാണ്? ഗ്ലൂക്കോസ്. ശരീരത്തിന് ഊർജം ലഭ്യമാക്കുന്ന പ്രധാന പോഷക ഘടകം ഗ്ലൂക്കോസ് ആണ്. ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഒരു കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ. ഒരു കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കലയാണ് ആവരണകല. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കല അറിയപ്പെടുന്നത് ആവരണകല എന്നാണ്. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കല ഏതാണ്? നാഡീകല. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കല നാഡീകലയാണ്. ശരീരചലനം സാധ്യമാക്കുന്ന കല ഏതാണ്? പേശീകല. ശരീരചലനം സാധ്യമാക്കുന്ന കല പേശീകലയാണ്. മറ്റ് കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കല യോജക കലയാണ്. മറ്റ് കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി പ്രവർത്തിക്കുകയോ ചെയ്യുന്ന കലയാണ് യോജക കല. യോജക കലകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം എന്നിവയൊക്കെ യോജക കലകൾക്ക് ഉദാഹരണങ്ങളാണ്. യോജക കലകൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം എന്നിവ യോജക കലകൾക്ക് ഉദാഹരണങ്ങളാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകൾ ഏതാണ്? യോജക കലകൾ. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകൾ യോജക കലകളാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.